ഇന്ന് ക്രിസ്തുമസ് ആണല്ലോ. എൻ്റെ എല്ലാ ആത്മീയ സഹോദരങ്ങൾക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ എന്ത് സുഖകരമായിട്ടുള്ള ഓർമ്മകളാണ്. തണുത്ത മഞ്ഞും ചുവപ്പ് തൊപ്പി വെച്ച ചുവപ്പ് വസ്ത്രമിട്ടതായിരിക്കുന്ന സാന്താക്ലോസും സമ്മാനപ്പൊതികളും ആ വെള്ളി നക്ഷത്രവും എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പുതുമയും ഒരു സന്തോഷവും ഒരു സമൃദ്ധിയും എല്ലാം കൊണ്ടുവരികയാണ്. ഒരു നന്മയുടെ തുടക്കമായിട്ടാണ് നമ്മൾ ക്രിസ്മസ് പറയുന്നത് തന്നെ. വാസ്തവത്തിൽ ചുവന്ന ആ കുപ്പായവും വെള്ളി നക്ഷത്രവും തമ്മിൽ വളരെ ബന്ധമാണ്. നമ്മൾ സർവ്വജീവാത്മാക്കളുടെയും പിതാവായിരിക്കുന്ന പരമാത്മ, ഈ സൃഷ്ടിയുടെ മുഴുവൻ പരംപിതാ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ ഒരു പരം ജ്യോതി സ്വരൂപൻ, നക്ഷത്ര സദൃശ്യമായ രൂപമാണ്. ആ പരമാത്മാവിൻ്റെ ധാമമായിരിക്കുന്ന പരമധാമം അസ്തമന സൂര്യൻ്റെ അഥവാ ചുവന്ന സുവർണ വർണ്ണത്തിലുള്ളതായിട്ടുള്ള പ്രകാശത്തിൽ ആ വെള്ളി നക്ഷത്രം ഈ ഭൂമിയിലേക്ക് ഉദിക്കുമ്പോഴാണ് ഇവിടെ സുഖവും ശാന്തിയും സമൃദ്ധിയും സമ്മാനവും നിറഞ്ഞ ഒരു പുതിയ ലോകം ഈ ഭൂമിയിലേക്ക് വരുന്നത് തന്നെ. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ പാതയിലൂടെ, അതുകൊണ്ടാണ് ക്രിസ്തുവിലൂടെ ക്രിസ്ത്യൻ ധർമ്മം സ്ഥാപിച്ചു എന്ന് പറയുന്നത്. ധർമ്മം മീൻസ് ധാരണ ചെയ്യാനുള്ളത് ധർമ്മം എന്നാണ് അർത്ഥം. വായിക്കാനുള്ളത് ധർമ്മം എന്നല്ല, പഠിക്കാനുള്ളത് ധർമ്മം എന്നല്ല, ധാരണ ചെയ്യാനുള്ളത് ധർമ്മം എന്നാണ് അർത്ഥം. മൂല്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ നരകത്തിന് സ്വർഗമാക്കാൻ വേണ്ടി സ്വയം ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നൊരു നിമിഷം കൂടിയാണ് ക്രിസ്മസിൻ്റെ സ്മരണയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഈ സൃഷ്ടിയുടെ പിതാവായിരിക്കുന്ന പരമാത്മ, പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ, പരമകാരുണികനായിരിക്കുന്ന സൃഷ്ട അഥവാ സർവശക്തനായ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എല്ലാ ജീവാത്മാക്കൾക്കും സുഖത്തിൻ്റെയും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സമ്മാനപ്പൊതികളുമായിട്ടാണ് വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് വീണ്ടും ആ നന്മയെ ഉണർത്തിയെടുത്തുകൊണ്ട് വീണ്ടും ഈ ലോകത്ത് സുഖശാന്തി സമൃദ്ധമായിരിക്കുന്ന അമരത്വമുള്ള ലോകമാക്കാൻ. സാന്താക്ലോസിൻ്റെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു മനുഷ്യനിൽ നിന്ന് അമരത്വത്തിലേക്ക് മാറ്റപ്പെടുന്ന ആളാണ് സാന്താക്ലോസ്. അവരാണ് സമ്മാനവുമായി വരുന്നത്. അതുകൊണ്ട് ഈ സൃഷ്ടിയിൽ ഓരോരുത്തരും നമ്മൾ മനുഷ്യ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ വേണ്ടി ജീവിച്ച്, സന്തോഷം കൊടുക്കാൻ വേണ്ടി ജീവിച്ച്, സത്കർമ്മങ്ങളിലൂടെ വീണ്ടും മാനവനിൽ നിന്ന് ദേവനായി മാറാൻ, അമരത്വം പ്രാപിക്കാൻ വേണ്ടി ആ ദിവ്യമായ കർമ്മത്തിലൂടെ മുന്നേറാൻ ഒരു ദിവസമായിട്ട് നമുക്കിന്ന് തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തിൻ്റെ, ധർമ്മത്തിൻ്റെ ഒരു പാതയുടെ എല്ലാം സ്മൃതിയായിരിക്കുന്ന സഹനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ലോക നന്മയ്ക്ക് വേണ്ടി സ്വയം അവനവനെ സമർപ്പിച്ചതിൻ്റെ എല്ലാം ഒരു ശ്രേഷ്ഠമായ സ്മരണകൾ ഉണർത്തുന്ന ദിവസമാണ് ക്രിസ്തുമസ്. അതുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുമസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. ഒരിക്കൽ കൂടി ആ സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹാപ്പി ക്രിസ്മസ്.